PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 11/2025 35 ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ DS കോത്താരി. 2. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? 2. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, ഡിസംബർ 10. 3. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഓപ്ഷൻ ബി ആണ് മെറ്റേണിക്ക്. 4. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? 4. ഓപ്ഷൻ ബി ആണ് കുറുളിച്ചോഗോൻ. 5. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? 5. ഓപ്ഷൻ സി ആണ് കൊല്ലം. 6. ഗ്രീനിച്ച് സമയം 0 രേഖാംശ രേഖയിലെ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? 6. ഓപ്ഷൻ സി ആണ് 7:30 PM. 7. താഴെ പറയുന്നതിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 7. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ഇവയെല്ലാം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. 2. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. 3. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. 8. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഓപ്ഷൻ ഡി ആണ് 61. 9. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? 9. ഓപ്ഷൻ ബി ആണ് നെയ്യാറ്റിൻകര. 10. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം? ഓപ്ഷൻ ഡി ആണ് ലാറ്ററൈറ്റ് മണ്ണ്. 11. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ആണ് കേരളം. 12. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? 12. ഓപ്ഷൻ ബി ആണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. 13. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? 13. ഓപ്ഷൻ ബി ആണ് ഉപദ്വീപീയ പീഠഭൂമി. 14. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത്? 14. ഓപ്ഷൻ എ ആണ് ദേശീയ ജലപാത 3. 15. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? 15. ഓപ്ഷൻ ബി ആണ് ഉത്തര മഹാസമതലം. 16. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൽ നിന്നും ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? 16 ഡിലീഷനാണ്. 17ാമത്തെ ക്വസ്റ്റ്യനും ഡിലീഷനാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷനാണ്. 19. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. താരതമ്യേന വീതി കുറവ്. 2. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. 3. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. 4. വീതി താരതമ്യേന കൂടുതലാണ്. 19. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, 1, 3 ശരിയാണ്. 1 എന്ന് പറയുന്നത് താരതമ്യേന വീതി കുറവ്. 3 റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. 20 ഡിലീഷനാണ്. 21. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏത്? 21. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്, 2 മാത്രം. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. 22. തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്? 22. ഓപ്ഷൻ ബി ആണ് 1949 ജൂലൈ 1. 23. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ഓപ്ഷൻ സി ആണ് ചമ്പാരൻ. 24. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനാര്? 24. ഓപ്ഷൻ എ ആണ് ജൊനാഥൻ ഡങ്കൻ. 25. താഴെ പറയുന്നതിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തതേത്? 25. ഓപ്ഷൻ സി ആണ്, 2 മാത്രം. പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിക്കും. 26. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി ആണ് വാഗ്ഭട് ആനന്ദൻ. 27. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? 27. ഓപ്ഷൻ എ ആണ് NS മാധവൻ. 28. സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് പശ്ചിമ ബംഗാൾ. 29. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നതാരെയാണ്? ഓപ്ഷൻ ബി ആണ് മാർത്താണ്ഡവർമ്മ.
30 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? 30 സി ആണ്, ഹാൻകാങ്. 31 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടന നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതേത്? 31 ഓപ്ഷൻ ബി ആണ്, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. 32 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? 32 ഓപ്ഷൻ എ ആണ്, സോവിയറ്റ് യൂണിയൻ. 33 താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 33 ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ്. 2 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. 3 നോബൽ സമ്മാന ജേതാക്കളായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയും കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തെറ്റായ പ്രസ്താവനകളാണ്. 34 ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതി. 35 താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 35 ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം മാത്രം. 1 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഓക്കെ, താങ്ക് യു.